ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ചഞ്ചലചിത്തനായ പത്രോസിനെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു വശത്ത് പത്രോസ് കടലിന് മീതെ യേശുവിനെ നോക്കി നടക്കുന്നു. മറുവശത്ത് ഇതേ പത്രോസ് തന്നെ ചഞ്ചലചിത്തനാവുന്നു. അവൻ്റെ ശ്രദ്ധ ചുറ്റുപാടിലേക്ക് തിരിയുന്നു. പ്രക്ഷുബ്ധമായ കടലും തിരമാലകളും കണ്ട് അവൻ ഭയപ്പെടുന്നു. അവൻ കടലിലേക്ക് മുങ്ങിത്താഴുന്നു. അവൻ നിലവിളിച്ച് അപേക്ഷിക്കുന്നു, കർത്താവേ, എന്നെ രക്ഷിക്കണേ എന്ന്. ഈ അവസരത്തിൽ യേശു അവനെ രക്ഷിക്കുകയും യേശു അവനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, അല്പവിശ്വാസി, നീ എന്തുകൊണ്ട് ചഞ്ചലചിത്തനാവുന്നു? നീ എന്തുകൊണ്ട് ഒരേ സമയം രണ്ട് വഞ്ചിയിൽ കാൽ കുത്തുന്നു എന്നാണ് യേശു ചോദിക്കുന്നത്. ഇവിടെ പറയുന്ന ഈ വാക്കുകൾ നമ്മൾ പൊതുവെ തർജ്ജമ ചെയ്യുന്നത് ഇപ്രകാരമാണ്: അല്പവിശ്വാസി, എന്തുകൊണ്ട് നീ സംശയിച്ചു? ഇവിടെ സംശയിക്കുക എന്ന പദത്തിന് മത്തായി സുവിശേഷം ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ദിസ്താസോ എന്ന പദമാണ്. ഈ പദത്തിൻ്റെ മൂലാർത്ഥം ഒരേ സമയം രണ്ട് സ്ഥലത്ത് കാൽ കുത്തുക എന്നുള്ളതാണ്. ഡിസ്താസിസ്, അതായത് ഡബിൾ സ്റ്റാൻഡിങ്, ഒരേ സമയത്ത് രണ്ട് തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുക, രണ്ട് അഭിപ്രായങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പത്രോസിൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ വെറും ഒരു ബുദ്ധിപരമായ ഒരു സംശയമായിരുന്നില്ല, മറിച്ച് രണ്ട് ചിന്താഗതിയായിരുന്നു. അതായത് രണ്ട് തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു മനോഭാവം. ഇതിന് നമ്മൾ ഇരട്ട ചിന്താഗതി എന്നാണ് വിളിക്കുന്നത്, ഡബിൾ മൈൻഡഡ്നെസ്. അതുകൊണ്ട് പത്രോസിനെ നമുക്ക് ഇരട്ട ചിന്താഗതിക്കാരൻ, ഇരട്ട മനസ്സുള്ളവൻ എന്ന് വിളിക്കാവുന്നതാണ്. പത്രോസിൻ്റെ ഈ ഇരട്ട ചിന്താഗതി നമ്മൾ സുവിശേഷത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം തന്നെ ഈ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം കാണുന്നുണ്ട്. അവിടെ പത്രോസ് യേശു മിശിഹായാണെന്നും ദൈവപുത്രനാണെന്നും ഏറ്റു പറയുന്നുണ്ട്. അപ്പോൾ യേശു പറയുന്നുണ്ട്, നിനക്ക് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ പിതാവാണെന്നാണ്. അങ്ങനെ പത്രോസ് അവിടെ യേശുവിനെ പറ്റിയുള്ള ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നു, ദൈവിക പദ്ധതി മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു. എന്നാൽ മറുവശത്ത് ഇതേ പത്രോസ് തന്നെ ഇതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നുണ്ട്. യേശു തൻ്റെ ഈ പീഡാനുഭവങ്ങളെപ്പറ്റി പ്രവചിച്ചപ്പോൾ നിനക്കിതൊന്നും ഒരിക്കലും സംഭവിക്കരുത് എന്ന് പത്രോസ് പറയുന്നുണ്ട്. അപ്പോൾ യേശു പത്രോസിന് പറയുന്നത് എന്താണ്? സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്നും പോവുക, നീ എൻ്റെ പിന്നാലോട്ട് പോവുക, നീ എനിക്ക് തടസ്സമാണ്, നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ് എന്നാണ്. അപ്പോൾ ഒരു വശത്ത് പത്രോസ് യേശുവിനെ പറ്റിയുള്ള ദൈവിക രഹസ്യങ്ങൾ അംഗീകരിക്കുന്നു, അവൻ മനസ്സിലാക്കുന്നു, ദൈവപദ്ധതി മനസ്സിലാക്കുന്നു. മറുവശത്ത് അവൻ ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നു. ഇതാണ് പത്രോസിൻ്റെ ഇരട്ട ചിന്താഗതി. വീണ്ടും നമ്മൾ 26-ാം അധ്യായത്തിൽ വരുമ്പോഴും പത്രോസിൻ്റെ ഈ ഇരട്ട മനോഭാവം, ഈ ഒരു ഇരട്ട ചിന്താഗതി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ യേശു പത്രോസിനോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ എന്നെ കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നിഷേധിക്കുമെന്ന്. യേശു ഇത് പറയുമ്പോൾ പത്രോസ് പറയുന്നത് എന്താണ്? നിന്നോടുകൂടെ പോയി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്നാണ് പത്രോസ് അവിടെ പറയുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ പത്രോസ് തന്നെയാണ് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ യേശുവിനെ തള്ളിപ്പറയുന്നത്. പരിചാരികമാർ ചോദിക്കുന്നുണ്ട്, നീയും അവൻ്റെ ഒരു ശിഷ്യനല്ലേ എന്ന്. ആ സമയത്ത് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു, ഞാൻ അവനെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ആണയിട്ട് യേശുവിനെ നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസിൻ്റെ ഇരട്ട ചിന്താഗതി വളരെ വ്യക്തമായിട്ട് സുവിശേഷം മൊത്തത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ഇരട്ട ചിന്താഗതിയെ കർത്താവ് പൊതുവെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അതിനെ ശിക്ഷിക്കുന്നുമുണ്ട്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിലൊരു സംഭവം പറയുന്നുണ്ട്. ദൈവം സൊദോം ഗൊമോറയും നഗരത്തെ നശിപ്പിക്കുന്നതിന് മുമ്പ് ലോത്തിൻ്റെ കുടുംബത്തോട് കർത്താവിൻ്റെ ദൂതൻ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ നഗരം വിട്ട് പോരുമ്പോൾ
ഒരു കാരണവശാലും നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്നാണ്. എന്നാൽ ലോത്തിൻ്റെ ഭാര്യ കർത്താവിൻ്റെ ദൂതൻ്റെ വാക്കുകളെ ലംഘിച്ചുകൊണ്ട് പിറകോട്ട് നോക്കിയെന്നാണ് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. അവളൊരു ഇരട്ട ചിന്താധികാരിയായിരുന്നു. തൽക്ഷണം അവൾ ഒരു ഉപ്പുതൂണായി മാറിയെന്നാണ് ഉൽപ്പത്തി പുസ്തകം നമ്മോട് പറയുന്നത്. മറ്റൊരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്നാണ്. അവിടെ 18-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഏലിയ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് ഇപ്രകാരമാണ്: നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കുമെന്ന്? ഒന്നുകിൽ നിങ്ങൾ ബാൽ ദൈവത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. സ്നേഹമുള്ളവരെ, ഈ ഇരട്ട ചിന്താഗതിയെ യേശു പോലും വിമർശിക്കുന്നുണ്ട്. യേശു 2 ഉദാഹരണങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. യേശു പറയുന്നുണ്ട്, ആർക്കും 2 യജമാനന്മാരെ ഒരേ സമയം സേവിക്കാൻ സാധിക്കുകയില്ല. സമ്പത്തിനെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിലാണ് നമ്മൾ ഇത് കാണുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ യേശു പറയുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 9:62, കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗ്ഗരാജ്യത്തിന് യോഗ്യനല്ല എന്ന്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ഇരട്ട ചിന്താഗതി എന്ന് പറയുന്നത് മനുഷ്യസഹജമായിട്ടുള്ള ഒരു ബലഹീനതയാണ്. നാം എല്ലാവരിലും കാണുന്ന ഒരു സ്വഭാവ ദൂഷ്യം തന്നെയാണ്. എനിക്ക് അതും വേണം ഇതും വേണം എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് ഈ ഇരട്ട ചിന്താഗതി. ഇസ്രായേൽ ജനതയുടെ പരാജയം എന്ന് പറയുന്നത് അവർ പൂർണ്ണമായിട്ടും ദൈവത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു എന്നതല്ല, മറിച്ച് ഒരേ സമയം തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെയും അതുപോലെ തന്നെ മറ്റു അന്യദേവന്മാരെയും അവർ ഒരേ സമയം ആരാധിച്ചു അല്ലെങ്കിൽ സേവിച്ചു എന്നതാണ്. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുന്ന പരാജയം. നമ്മൾ ഒരേ സമയത്ത് തന്നെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നു, അതോടൊപ്പം തന്നെ ദൈവമല്ലാത്ത മറ്റു പലതിനെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്, സേവിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ പോലെ ദൈവമല്ലാത്ത മറ്റു പലതിനെയും നമ്മൾ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കുന്നുണ്ട്. അത് നമ്മളെ തന്നെ ആകാം, മറ്റു വ്യക്തികളാകാം, അല്ലെങ്കിൽ സൃഷ്ടവസ്തുക്കളാകാം, സമ്പത്താകാം, സുഖലോലുപതയാകാം, സുഖ സൗകര്യങ്ങളാകാം, അങ്ങനെ പലതുമാകാം. മറ്റൊരു വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഈ പത്രോസ് എന്ന് പറയുന്നത് ക്രൈസ്തവരായ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതിനിധിയാണ്. പത്രോസിൻ്റെ അനുഭവം എന്ന് പറയുന്നത് മത്തായി സുവിശേഷകൻ്റെ സമൂഹത്തിൻ്റെ തന്നെ അനുഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാണ്. പത്രോസിൻ്റെ ലക്ഷ്യം നല്ലതായിരുന്നു. അവൻ്റെ ലക്ഷ്യം യേശുവിൻ്റെ അടുക്കൽ വരിക എന്നുള്ളതായിരുന്നു. പത്രോസ് പറയുന്നത് എന്താണ്? കർത്താവെ, അങ്ങയുടെ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കുക എന്നാണ്. അല്ലാതെ കടലിന് മീത് നടക്കുവാൻ എന്നോട് കൽപ്പിക്കുക എന്നുള്ളതല്ല. അപ്പോൾ കടലിന് മീത് നടന്ന് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നില്ല പത്രോസിൻ്റെ ലക്ഷ്യം, മറിച്ച് യേശുവിൻ്റെ അടുക്കൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ അടുക്കൽ വരിക എന്നുള്ളതാണ്. മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുക എന്നതല്ല, മറിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് എല്ലാവരെയും നയിക്കുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ സുഖസങ്കേതങ്ങളാവുന്ന അല്ലെങ്കിൽ ലൈഫ് കംഫർട്ട്സിലാവുന്ന ബോട്ടുകളിൽ നിന്ന് പുറത്തിറങ്ങി യേശുവിനെ ലക്ഷ്യമാക്കി നടക്കുക എന്നതാണ് ഈ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ യേശുവിനെ നോക്കി നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും തടസ്സങ്ങളുണ്ട്, നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളുണ്ട്. ഈ തിരമാലകളൊക്കെ അതിൻ്റെയൊക്കെ പ്രതീകങ്ങളാണ്. ഈ തടസ്സങ്ങൾ പല വിധത്തിലാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത്. അത് ശാരീരികമാകാം, നമ്മുടെ തന്നെ രോഗങ്ങളാകാം, മാനസികമാകാം, നമ്മുടെ മാനസികമായ വ്യഥകൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമാകാം, ആത്മീയമാകാം, നമ്മുടെ പാപ സാഹചര്യങ്ങൾ, പ്രലോഭനങ്ങൾ, പാവഭാരങ്ങൾ, കുറ്റബോധങ്ങൾ, ചുറ്റുപാടുകൾ, കുടുംബകലഹം, കുടുംബ വഴക്ക്, പല പല പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള തിരമാലകളാണ്. അപ്പോൾ ഈ തിരമാലയുടെ ഇടയിലെല്ലാം നമ്മൾ യേശുവിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക, യേശുവിനെ മാത്രം നോക്കി നടക്കുക എന്ന ഒരു ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത്.
ഫ്രാൻസിലെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് ട്രൂവിൽ. പാരീസിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ഈ ഒരു ബീച്ചിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ ഒരു കടൽ തീരത്ത് വെച്ചാണ് ആദ്യമായിട്ട് വിശുദ്ധ കൊച്ചറേസ്യ കടൽ കാണുന്നതും സൂര്യൻ അസ്തമിക്കുന്നത് കാണുന്നതും. അത് നടന്നത് 1878 ആഗസ്റ്റ് 8-ാം തീയതിയാണ്. അതായത് ഇന്നേ ദിവസം 148 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത്. അപ്പം അതിൻ്റെ ഒരു വാർഷിക ദിനം കൂടിയാണെന്ന്. 148ാമത്തെ വാർഷിക ദിനമാണ് ഇന്നേ ദിവസം ആഗസ്റ്റ് 8-ാം തീയതി. അന്ന് കൊച്ചറേസ്യക്ക് 5 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അവളിങ്ങനെ കടൽ തീരത്തിരുന്നു, കടലിൻ്റെ മനോഹാരിതയെ ആസ്വദിച്ചു. അങ്ങനെ കടലിൽ കാണുന്ന കാഴ്ചകൾ, അവൾ തിരമാലകൾ കാണുന്നു, കപ്പലുകൾ കാണുന്നു. പക്ഷേ അവളുടെ ദൃഷ്ടി ഏറ്റവും കൂടുതൽ പതിഞ്ഞത് അകലെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനിലായിരുന്നു. അവൾ ദീർഘനേരം ആ സൂര്യനെ മാത്രം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ആ സൂര്യൻ അവൾക്ക് ഒരു പ്രതീകമായിരുന്നു, യേശുവിൻ്റെ പ്രതീകമായിരുന്നു. അന്ന് അവൾ ഒരു തീരുമാനമെടുത്തു, എൻ്റെ ദൃഷ്ടി ഒരിക്കലും യേശുവിൽ നിന്ന് മാറിപ്പോകുക ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന്. അന്ന് കൊച്ചുത്രേസ്യക്ക് വെറും 5 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ വിശുദ്ധ കൊച്ചുത്രേസ്യ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു, മരണം വരെ ഉറച്ചു നിന്നു. അങ്ങനെ അവൾ ഇന്ന് ഒരു വലിയൊരു വിശുദ്ധിയായിട്ട് മാറി. സ്നേഹമുള്ളവരെ, തിരമാലകൾ എപ്പോഴും നമ്മുടെ ചുറ്റിലുമുണ്ട്. നമുക്ക് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ദൃഷ്ടി തിരമാലകളിലേക്ക് പതിപ്പിക്കാതെ യേശുവിൽ മാത്രം നോക്കിക്കൊണ്ട്, യേശുവിൽ മാത്രം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹം സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ. ആമേൻ. വചനജായ 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 വചനജായ